ചളിയും വെള്ളവും ഒക്കെ താണ്ടിയിട്ടാണ് ഈ പോണത്. ക്യാമറയ്ക്കൊന്നും നോക്കാൻ പറ്റില്ല, പാക്ക് എടുക്കുന്നുണ്ടാവും പാടത്ത്. അത് എന്തിനാ സാധനമൊക്കെ ഇട്ട് ഒരു പൂക്കിഷ്ടാക്കട്ടെ അല്ലേ 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 ഗൈസ്. അപ്പം മഴ പെയ്യണേല് മുന്നേ നമുക്ക് പോവാം. ഗൈസ് കണ്ടോ, ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഒരു വിശ്രമിച്ച വഴി കൂടെയാണ്. ഈ പുല്ല് നമ്മളെ കായ്മലൊക്കെ തട്ടുമ്പോൾ ആകെ മൊത്തം വേണം നമുക്ക്. പുതിയ ചെരുപ്പാ പോയി. ചേ എൻ്റെ കാലുമ്പോ എന്തോ കുത്തി. ഇവിടെ അധികം നേരം നിൽക്കണ്ട, കീപ് മൂവിങ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീട് കിട്ടും, നല്ല രസമാണ് കാണാൻ. നാഫ് ഇപ്പോഴും ഇതാ വരുന്നു. ഇനി ഞങ്ങളിതാ ഇതും താണ്ടി ഇനിയും പോവാണ്ട്. അപ്പം ഇവിടെ ഇങ്ങനൊരു സാധനമാണ്. നമ്മളമ്മമാരൊക്കെ പറയണ പോലെ ഞങ്ങളൊരു മലയും കല്ലൊക്കെ താണ്ടിയിട്ടാണ് ഞങ്ങളീ പോണത്. അതെ, വയലും ചളിയും വെള്ളവും ഒക്കെ താണ്ടിയിട്ടാണ് ഈ പോണത്. ക്യാമറയ്ക്കൊന്നും നോക്കാൻ പറ്റില്ല, പാക്ക് എടുക്കുന്നുണ്ടാവും പാടത്ത്. കാണിച്ചു തരാം. കണ്ടാ, ഇതിൻ്റെ ഈ ഒരു വഴി സ്ലിപ്പായതാ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. എന്നും പുതിയതാണ് വരിക, ഒരിക്കലും പഴയത് ഇന്നലെ കണ്ടത് ഇന്നുണ്ടാവില്ല. അങ്ങനെയാണ് ഇവിടെ ഒരു ചെടികളൊക്കെ. അപ്പോൾ ഏകദേശം നമ്മളുടെ സ്പെഷ്യൽ സാധനത്താണ് ഈ നമ്മൾ നടക്കുമ്പോൾ എപ്പോഴും ഇവിടെ നമുക്ക് കിട്ടാവുന്ന ഒരു സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് എന്താ വെച്ചാൽ, യെസ് ഹിയർ ഇറ്റ് ഈസ്, ചാണകമാണ് സാറേ ഇവിടുത്തെ മെയിൻ. യെസ്, ഏത് പശു എന്നറിയില്ല, എപ്പോഴും ലൂസ് മോഷനാണ്. എന്നാൽ അതിൻ്റെ ആൾക്കാർക്കൊന്നും നോക്കിക്കൂടെ? പുതിയത് എന്നും ഒരു പഴയത് പോലും കാണുന്നില്ല. എങ്ങനെ വെച്ചാല് ഒന്ന് ഇവിടെ ആണെങ്കിൽ ഒന്ന് അവിടെ ആണെങ്കിൽ ഇവിടെ, നമ്മൾ ഇങ്ങനെ പോകേണ്ടി വരും. എങ്ങനെ ലാഫിയ പോകണ്ടേ? നമ്മളെങ്ങനെ ഓരോ ചാണകത്തിൻ്റെ അതിൽ കൂടെ പോവാ, ഇങ്ങനെ. അപ്പം പണ്ട് കാലത്ത് കല്ലും മുള്ളും ചവിട്ടി വണ്ടിയിലൊന്നല്ല പോണെന്ന് പറയണ ഉമ്മമാർക്ക് ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ പോണത്. മനസ്സിലായ? ആ, ഇനി വരും കാല കുട്ടികളോട് ഇതാണ് ഞങ്ങൾ പറയാൻ പോണത്. ചാണകം വരെ ചവിട്ടിയിട്ടാണ് പോയിക്കണത്.